ചില ക്ഷേത്രങ്ങളിൽ യക്ഷിയമ്മ അത് അവരെ ആവാഹിച്ച് അവിടെ ഇരുത്തി പ്രതിഷ്ഠിക്കും. കള്ളിയങ്കാട്ട് നീലി. അതെ, നീലി ഭയങ്കര പ്രശ്നമായിരുന്നു. പൂജാരിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഈ എനർജി ഒരു നെഗറ്റീവ് എനർജി ആണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മെറ്റലിലോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഞാനിത് പറയുമ്പോൾ ഇതൊരു ചിലപ്പോൾ ഒരു കോൺട്രവേഴ്സി ആകാം, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ പറയുക. ചില മതത്തിനെ കുത്തി പറയുന്നതാണെന്ന് ചിലപ്പോൾ തോന്നാം. നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ മിക്കതും അതിൻ്റെ റൂട്ട് കോസ് അറിഞ്ഞിട്ടാണ് ചില കർമ്മങ്ങൾ വെച്ചേക്കുന്നത്. 16, 41 എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ചിരിക്കുന്നതിന് പിന്നിലൊരു സയൻസ് ഉണ്ട്. ചില ക്ഷേത്രങ്ങളിൽ യക്ഷിയമ്മ എന്ന് പറയുന്നു, അത് അവരെ ആവാഹിച്ച് അവിടെ ഇരുത്തി പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ അവിടെ പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ ആ പ്രശ്നം തീരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൊരു സത്യമുണ്ടോ? അതിൽ അങ്ങനെയൊക്കെ സാധ്യതയുണ്ടോ? ഓക്കെ, ഇതിനകത്തുള്ള പിന്നിലുള്ള സയൻസ് ഞാൻ പറയാം. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അവിടെയും ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ഇവിടെയും ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് എന്ന് പറയുന്ന ഇലക്ട്രിക് എനർജി എന്നാണ് പറയുന്നത്, അല്ലേ? അങ്ങനെയല്ലേ മലയാളത്തിൽ പറയുന്നത്? ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത്. ഈ എനർജിയെ നമുക്ക് പല പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. നമ്മളിപ്പോൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക? ലൈറ്റ് ഇടാൻ വേണ്ടി, വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇതേ എനർജി തന്നെയാണ് ഫാനിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഇതേ എനർജി തന്നെ എ സിക്ക് വേണ്ടി ഉപയോഗിക്കാം, ഇതേ എനർജി തന്നെ കുക്കിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു എനർജിയെ തന്നെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈറ്റ് അല്ലെങ്കിൽ വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് പ്രകാശ ഊർജ്ജമായി, അങ്ങനെയല്ലേ പറയുന്നത്? പ്രകാശ ഊർജ്ജം. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ആ ഊർജ്ജത്തെ നമ്മൾ പ്രകാശ ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ എന്ന് പറഞ്ഞതുപോലെ ഞാൻ മരിച്ചു കഴിയുമ്പം എന്നിൽ നിന്ന് റിലീസാകുന്ന എനർജിയെ എനിക്ക് ഏത് ഫോമിൽ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. അതറിയാവുന്നുള്ള ഒരാളിന്. അപ്പോൾ ഒരു പൂജാരിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഈ എനർജി ഒരു നെഗറ്റീവ് എനർജിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ എനർജി ആവശ്യമില്ലാതെ വേറെ ആരെങ്കിലും അക്യൂമുലേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ എനർജിയെ നമുക്ക് ഏതെങ്കിലും ഒരു മെറ്റലിലോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ ആ എനർജി അതോടുകൂടെ തീർന്നു. സോ ആ രീതിയിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആചരിച്ച് വന്നിരുന്നത്. അപ്പോൾ ഒരാൾ മരിക്കുമ്പം ആ വ്യക്തി പ്രശ്നമുള്ള വ്യക്തിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കള്ളിയങ്കാട്ട് നീലി. അതെ, നീലി ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ഭഗവതിയാണെന്നും പറയുന്നുണ്ട്. ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവരെയൊക്കെ പിടിച്ച് ദൈവമാക്കുമല്ലോ. അതെ, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു പവർ, അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രം അങ്ങനെയാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരു പവർ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അത് തന്നെ ദൈവമാക്കും നമ്മൾ. അപ്പോൾ അവർ നമ്മളെ ശിക്ഷിക്കില്ല, രക്ഷിക്കും എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിന് പിന്നുള്ള സയൻസ് ഇത്രയേ ഉള്ളൂ. എനർജിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തി കൊള്ളരുതാത്തവനായി ജീവിച്ചു എന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരണാനന്തര ചടങ്ങിനകത്ത് വെച്ച് ഈ ശക്തിയുടെ അല്ലെങ്കിൽ ഈ എനർജിയെ നള്ളിഫൈ ചെയ്യാനായിട്ടുള്ള കാര്യമാണ് ഈ പൂജയായിട്ട് നടക്കുന്നത്. അപ്പോൾ തുടക്കകാലത്തുള്ള മരണാനന്തര ചടങ്ങുകളെന്ന് പറയുന്നത് ആ ശവസംസ്കാരത്തോടൊപ്പം തന്നെ ഈ എനർജിയെ കൂടെ എന്ത് ചെയ്യുവാണ്? നള്ളിഫൈ ചെയ്യുകയോ മറ്റൊരു രീതിയിൽ മാറ്റുവാനാണ് മരണാനന്തര ചടങ്ങുകൾ വെച്ചിരുന്നത്. അത് ഏത് മതത്തിലാണെങ്കിലും. പക്ഷേ പിൽക്കാലത്ത് ഇതൊക്കെ അങ്ങ് പോയി, വെറും ചടങ്ങായിട്ട് മാറി. ഇപ്പോൾ ചില ആൾക്കാർ അതിനുവേണ്ടി പർപ്പസ്ഫുള്ളി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിളിച്ചുകൊണ്ട് വന്ന് ഇത്തരത്തിലുള്ള എനർജിയെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കി നമ്മൾ ചെയ്യിക്കുന്നു. അപ്പോൾ ഒരു കാര്യം, നമ്മളിപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ ഒരാൾ മരിക്കുന്നു, ചടങ്ങുകൾ ചെയ്യും. അതൊരു വ്യത്യസ്തമായ ചടങ്ങുകളും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഹിന്ദു ആചാരപ്രകാരം മറ്റൊരു രീതിയിലാണ് 16 ദിവസം പുലകുടി, അങ്ങനെ ഒരു 41 ദിവസം, പിന്നെ ബലിയിട്ട് നമ്മൾ ചെയ്യുന്നു. ഇത് രണ്ടിൻ്റെയും രീതികളൊന്നാണ്, വ്യത്യസ്തമായ രണ്ട് ചടങ്ങുകളാണ്. ഓക്കെ, അത് എന്നെ പോലുള്ളൊരു അറിവില്ലാത്ത ഒരാളുടെ ചോദ്യമാണ്. അങ്ങനെ എടുക്കാവും. വ്യത്യസ്തമായ രണ്ട് ചടങ്ങുകളിൽ ഈ രണ്ടുപേരുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടും. ഓക്കെ, ഞാനിത് പറയുമ്പോൾ ഇതൊരു ചിലപ്പോൾ ഒരു കോൺട്രവേഴ്സി ആകാം, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ പറയുവാണ്. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതൊരു കോൺട്രവേഴ്സിയോ എന്തോ. കാരണം ഞാനിത് പറയുമ്പോൾ ഇത് ചില മതത്തിനെ കുത്തി പറയുന്നതാണെന്ന് ചിലപ്പോൾ തോന്നാം. നമുക്ക് അതല്ല, ഇതിൻ്റെ വാസ്തവം എന്താണെന്നുള്ളത് ഞാൻ പറയുക. ഇപ്പോൾ നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ മിക്കതും അതിൻ്റെ റൂട്ട് കോസ് അറിഞ്ഞിട്ടാണ് ചില കർമ്മങ്ങൾ വെച്ചേക്കുന്നത്. 16, 41 എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ചിരിക്കുന്നതിന് പിന്നിലൊരു സയൻസ് ഉണ്ട്. പക്ഷേ ഈ ക്രിസ്തീയ മതം എന്ന് പറയുന്നതും മറ്റുള്ള പിൽക്കാലത്ത് എമർജിങ് ആയിട്ടുള്ള വന്ന ചില മതങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ കൾട്ടാണ്. അത് കാശുണ്ടാക്കാനും ചില നിഗൂഢദൃശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും, ചിലർക്ക് പൈസ ഉണ്ടാക്കാൻ, ചിലർക്ക് പൊസിഷന് വേണ്ടിയിട്ടും, അങ്ങനെയുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ക്രിസ്തീയ മതം പോലുള്ള മതങ്ങൾ. അതിനകത്ത് ഒരു ശാസ്ത്രീയതയുമില്ല, അതിനകത്ത് അടിസ്ഥാനവുമില്ല. അതെല്ലാം ദുരാചാരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റൻഷനലി ഉണ്ടാക്കിയെടുത്ത മതങ്ങളാണ് ഈ മതങ്ങളൊക്കെ. പക്ഷേ ഹൈന്ദവ മതത്തിൽ അതല്ല. ഈ ഓരോ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എനർജിയെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഹൈന്ദവ മതത്തിനകത്ത് ഒരു ആചാരമായി നിലനിൽക്കുന്നത്. പക്ഷേ പിൽക്കാലത്ത് അത് ആചാരമായിട്ട് മാത്രം ഒതുങ്ങിപ്പോയി. അതിൻ്റെ പിന്നിലുള്ള സയൻസ് അറിയാതെ ശാസ്ത്രീയതയെ മാറ്റി നിർത്തിയിട്ട് വെറും ആചാരമായി മാറി.
അപ്പോൾ ആ ശാസ്ത്രീയ വശം കൂടെ ഇതിനകത്ത് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നും ഈ ആചാരങ്ങൾക്ക് വാല്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ആ വാല്യൂ മാറ്റി, അത് എന്ത് പർപ്പസിനാണോ നിൽക്കുന്നത് അതിപ്പോൾ ആർക്കാർക്ക് അറിയത്തില്ല, പൂജാരിമാർക്ക് അറിയത്തില്ല, ഇത് ചെയ്യുന്നവർക്ക് അറിയില്ല, ഒരു ചടങ്ങായിട്ട് മാറി. ഞാൻ അടുത്ത കാലത്ത് ഒരു ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് നിരീശ്വരവാദിയാണ്. അദ്ദേഹം ഇതിനൊന്നും അംഗീകരിക്കുന്നില്ല. ഇതൊന്നും സയൻസ് അല്ല, സയൻസിന് എതിരാണ്, അങ്ങനെ ഒരു ആത്മാവില്ല, ഞാൻ എൻ്റെ ജീവൻ തന്നെയാണ് എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പോൾ പുനർജന്മം എന്ന് പറഞ്ഞാൽ അതാണ്. അതിവിടെ നിന്ന് നേരെ മേളിൽ പോകുന്നില്ല. എൻ്റെ ശരീരം ഈ മണ്ണിൽ ലയിച്ച് കൃമിയായി ഫലവൃക്ഷങ്ങളായി വന്നു, അത് കഴിച്ച് പുതിയ ഉൽപ്പത്തി ഉണ്ടാവുന്നു. അപ്പോൾ ഇതാണ് സയൻസ്. ആദമയില്ല, അങ്ങനെ ഒരു രീതിയിൽ പോകുന്നുണ്ട്. ഇതിനൊക്കെ എത്രത്തോളം ഈ ശാസ്ത്രവും ഇതും തമ്മിൽ ഇതെങ്ങനെയാണ് കെട്ടുപിണഞ്ഞത്? ഓക്കെ, ഈ പറയുന്ന എല്ലാ കാര്യത്തിനകത്തും കുറച്ച് സത്യമുണ്ട്, ഈ പറഞ്ഞ കാര്യത്തിനകത്തും കുറച്ച് സത്യമുണ്ട്. ഇതെല്ലാം പറയുന്നത് ഈ എനർജിയെക്കുറിച്ചാണ്, സ്പിരിറ്റിനെ കുറിച്ചിട്ടല്ല. എനർജിയുടെ കാര്യം പറയുമ്പോൾ യെസ്, ഞാനിന്നായിരിക്കുന്നത് ഞാൻ കഴിച്ച ആഹാരമാണ്. ഞാൻ കഴിച്ച ആഹാരം മാത്രമല്ല, എൻ്റെ അപ്പനും അമ്മയും കഴിച്ച ആഹാരത്തിനുള്ള ഊർജ്ജമുണ്ട്. ആഹാരം മാത്രമല്ല, അവർ കുടിച്ച വെള്ളത്തിനകത്തുനിന്നുണ്ട്, അവർ ശ്വസിച്ച വായുവിനകത്തുനിന്നുണ്ട്. സോ ഞാനെന്ന് പറയുന്ന വ്യക്തി ഇന്നായിരിക്കുന്നത് പല സോഴ്സുകളിൽ നിന്നുള്ള എനർജിയുടെ അക്യൂമുലേഷനാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ആ സെൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സത്യമാണ്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പം എന്നിൽ നിന്നൊരു എനർജിയുടെ ഭാഗം ആ കുഞ്ഞിലേക്കും പോകുന്നു. ജീവനല്ല, എനർജി. ജീവൻ്റെ ആധാരം വേറെയാണ്, ജീവൻ വേറെ, എനർജി വേറെ. അപ്പോൾ എനിക്ക് ഒരു വ്യക്തിയെ ജനിപ്പിക്കാൻ പറ്റില്ല. ഐ റിപ്പീറ്റ്, എനിക്കൊരു വ്യക്തിയെ ജനിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് കൂടെ ഞാൻ പറയാം. പരമാത്മാവിൽ നിന്ന് ഒരു ജീവാത്മാവ്, ഇപ്പോൾ ഒരു പുരുഷനിൽ നിന്ന് ഒരു ബീജം പുറപ്പെടുന്നത് പോലെ പരമാത്മാവിൽ നിന്ന് ആ ആത്മാവിൻ്റെ ഒരു ശകലം വരുന്നതാണ് ജീവാത്മാവെന്ന് പറയുന്നത്. അപ്പോൾ പരമാത്മാവിൽ നിന്ന് ഒരു ജീവാത്മാവ് വന്നു കഴിയുമ്പോൾ ഈ ജീവാത്മാവിനെ ഭൂമിയിലേക്ക് ഈ പരമാത്മാവ് വിടുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടാകും. ആ ഉദ്ദേശം കഴിഞ്ഞിട്ടേ ഈ ജീവാത്മാവ് തിരികെ പോകത്തുള്ളൂ. ആ പർപ്പസ് എന്തോ ആകാം, എനിക്കറിയില്ല. ചിലപ്പോൾ നല്ല ഉദ്ദേശമാകാം, ചിലപ്പോൾ മോശമായ ഉദ്ദേശമാകാം, ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് പോകുന്ന ഉദ്ദേശമാകാം. സോ അതെന്തോ ആകട്ടെ, അത് അദ്ദേഹത്തിനെ അറിയത്തുള്ളൂ. സോ ആ ജീവാത്മാവിനെ ഈ ഭൂമിയിലേക്ക് വിടുമ്പോൾ ആ ജീവാത്മാവ് ഒരു ലക്ഷ്യവുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഉദ്ദേശവുമായിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. സോ ഈ ജീവാത്മാവ് ഇങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ശരീരം വേണം. ഫൈൻ. ആ ശരീരത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ജീവാത്മാവാണ്. ആ ശരീരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പുരുഷനും സ്ത്രീയും വേണം. സോ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധം എത്രയോ എണ്ണം നടക്കുന്നു. എല്ലാ ലൈംഗിക ബന്ധത്തിലും ഒരു കുഞ്ഞ് ജനിക്കുന്നില്ല, ഒന്നും സക്സസ് ആകും. അപ്പോൾ ഏതോ ഒരു ബന്ധത്തിലാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. ആ കുഞ്ഞുണ്ടാകാൻ ഇവരെ ഒന്നിപ്പിക്കുന്നത് ഈ ജീവാത്മാവാണ്. ഈ ജീവാത്മാവ് ഇന്ന പുരുഷനും ഇന്ന സ്ത്രീയും കൂടെ ഉള്ള ബന്ധത്തിലാണ് എനിക്കൊരു ശരീരം വേണ്ടതെന്ന് ഈ ജീവാത്മാവ് ചിന്തിച്ചിട്ടാണ് രണ്ട് ശരീരങ്ങളെ ഈ ജീവാത്മാവ് ഒന്നിപ്പിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലീഗലി കല്യാണം കഴിച്ച അപ്പനും അമ്മയ്ക്കും മാത്രമേ കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ എന്ന്? അല്ലാതെ ഉണ്ടാകുന്നില്ലേ? അതിൻ്റെ സോഴ്സ് എങ്ങനെ വന്നു? അപ്പോൾ അങ്ങനെയും കുഞ്ഞുങ്ങളുണ്ടാകുന്നു ഇല്ലേ? സോ ചിലപ്പോൾ ഇവിടെ ഒരു ഭർത്താവും ഭാര്യയും ഉണ്ടാകും, ഇപ്പുറത്തൊരു ഭർത്താവും ഭാര്യയും ഉണ്ടാകും, ഇതിലുള്ള ഭാര്യയും തമ്മിലായിരിക്കും ചിലപ്പോൾ ഒരു കുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും വിചാരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല. മറിച്ച് അതിൻ്റെ ശരിക്കുമുള്ളൊരു ഡ്രൈവ് നടത്തുന്നത് ഈ ജീവാത്മാവാണ്. അപ്പോൾ ഇന്ന അപ്പനും ഇന്ന അമ്മയ്ക്കും പിറക്കുന്ന ഒരു കുഞ്ഞായിട്ട് എനിക്കൊരു ശരീരം വേണമെന്ന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഈ ജീവാത്മാവിൻ്റെ ഇനിഷ്യേറ്റീവാണ്. സോ അങ്ങനെ രണ്ട് വ്യക്തികൾ തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് ഈ ഒരു ശരീരത്തിനകത്തേക്ക് ഈ ജീവാത്മാവ് വരുന്നത്. കാലങ്ങൾക്ക് മുമ്പ് ഇത് തീരുമാനിക്കപ്പെട്ടു. റൈറ്റ്. അപ്പോൾ വീണ്ടും സയൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പുരുഷനിൽ നിന്ന് എമർജിങ് ആകുന്ന അനേക ലക്ഷങ്ങൾ കോടിക്കണക്കിന് സ്പേമിനകത്തുനിന്ന് ഒരു സ്പേം ഓട്ട മത്സരത്തിൽ ഒന്നാമനാകുന്നു, അങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. നോ, ഞാൻ അതിനെ ഇങ്ങനെ പറയും, ഓൾറെഡി നിശ്ചയിക്കപ്പെട്ടു ഏത് സ്പേമാണ് ആ അണ്ടവുമായിട്ട് യോജിപ്പിക്കേണ്ടതെന്ന് ആദ്യമേ തീരുമാനിക്കപ്പെട്ടു. ആ സ്പേമേ ജോയിൻ ആകത്തുള്ളൂ. ബാക്കി ആൾക്കാരിതിന് പ്രചോദിപ്പിക്കാനോ അല്ലെങ്കിൽ ഈങ്കുലാബ് സിന്താബ വിളിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഘോഷയാത്രയായിട്ട് ആനയിക്കാനോ അതുകൊണ്ട് അക്യുമിനി ചെയ്യുന്ന ആൾക്കാരാണ് ബാക്കി സ്പേം എന്ന് പറഞ്ഞാൽ. ആ സ്പേമിന് ഫങ്ഷണാലിറ്റി വേറെ ഉണ്ട്, അത് നമുക്ക് മെഡിക്കൽ സയൻസ് ആണ്, അത് പിന്നത്തെ രീതിയിൽ നമുക്ക് സംസാരിക്കാം. അതിന് ഫങ്ഷണാലിറ്റി ഉണ്ട്, പക്ഷേ പ്രീ ഡിഫൈൻഡ് ആണ്, ഇന്ന സ്പേം മാത്രമേ അതിനകത്ത് കയറത്തുള്ളൂ. ഓക്കെ, സോ ഇതെല്ലാം ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുരുഷന് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ പറ്റില്ലെന്നാണ്, ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ പറ്റില്ലെന്നാണ്. അപ്പോൾ ഒരാൾ പറയാണ് ഞാനൊരു കുഞ്ഞിനെ ജനിപ്പിച്ചു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നോ, സയൻറ്റിഫിക്കലി തെറ്റാ. അതിൻ്റെ ശരിക്കുമുള്ള കാരണം വേറെയാണ്. ഞാൻ നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ എന്നിൽ നിന്ന് എനർജി പോയോ? യെസ്, അത് സ്പേമായിട്ട് പോയി, അല്ലെങ്കിൽ വേറെ എൻ്റെ ബ്ലഡിലൂടെ പോയി. അത് എനർജി മാത്രമാണ്. ജീവൻ വന്നത് മറ്റൊരു സ്ഥലത്തുനിന്നാണ്. ഈ ജീവൻ തിരിച്ച് അങ്ങോട്ടേ പോകത്തുള്ളൂ. പുനർജന്മം ഉണ്ടോ? പുനർജന്മത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? എനിക്കറിയില്ല മറ്റുള്ളവരുടെ വിശ്വാസം എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ കണ്ടെത്തിയത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു. എൻ്റെ വെർഷനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ശ്വസിച്ചിട്ട് ഉച്ഛ്വസിച്ച വായുവിൻ്റെ ഒരു ശതമാനം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉച്ഛ്വസിക്കുമ്പോൾ, ശ്വാസം എടുത്തിട്ട് തിരിച്ചു വിടുമ്പോൾ, മനോജിൻ്റെ ഉച്ഛ്വാസവായു എന്ന് ലേബൽ ചെയ്തിട്ടല്ല ഞാൻ വിടുന്നത്. അന്തരീക്ഷത്തിലേക്ക് ഇത് വരുന്ന സമയത്ത് തന്നെ അന്തരീക്ഷമായിട്ട് എൻ്റെ ഉച്ഛ്വാസവായു എന്ത് ചെയ്യുകയാണ്, ലയനം സംഭവിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ടാഗ് ചെയ്യാൻ പറ്റില്ല. റൈറ്റ്. ഇതുപോലെ നിങ്ങൾ വിടുന്ന വായുവും ടാഗ് ചെയ്തിട്ടല്ല വിടുന്നത്. ഇത് രാജേഷ് ഉച്ഛ്വസിച്ച വായുവാണെന്ന് ടാഗ് ചെയ്തിട്ടല്ല വിടുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് രാജേഷിൻ്റെ ഉച്ഛ്വാസം വേണ്ട, മാറി നിൽക്ക്, ഇപ്പുറത്ത് നിന്ന് വരട്ടെ എന്ന് പറയും. അപ്പോൾ ടാഗ് ചെയ്യാൻ പറ്റില്ല. ഇത് എന്ത് ചെയ്യുക, അന്തരീക്ഷമായിട്ട് ലയിച്ച് ചേരുക. സോ സെയിം വേ എൻ്റെ ആത്മാവ് ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ സ്പിരിറ്റ് അത് ആ സ്പിരിറ്റുമായിട്ട് ലയനം സംഭവിക്കുകയാണ്. ഉച്ഛ്വാസവായു ഈ അന്തരീക്ഷമായിട്ട് ലയിച്ചു ചേരുന്നത് പോലെ ഞാൻ മരിക്കുന്ന ആ സമയത്ത് എൻ്റെ സ്പിരിറ്റ് അതിൻ്റെ സോഴ്സുമായിട്ട് ലയനം സംഭവിക്കുകയാണ്. പിന്നെ മനോജിൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു സ്പിരിറ്റ് ഇല്ല. പിന്നെ അടുത്ത ആളിലേക്ക് വരുന്നത് അവിടെ നിന്ന് പുതിയൊരു സാധനമാണ് വരുന്നത്, ഇല്ലേ? നിങ്ങൾ ഈ അന്തരീക്ഷത്തിനകത്താണ് അടുത്ത് ശ്വസിക്കുന്നത്. മനോജിൻ്റെ ഉച്ഛ്വാസവായു അല്ല നിങ്ങൾ ശ്വസിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്വസിക്കുന്നതിനകത്തൊരു ഭാഗം ചിലപ്പോൾ ഞാൻ വിട്ടതിനകത്തുള്ള ഉച്ഛ്വാസവായു ഉണ്ടാകാം. എന്ന് പറഞ്ഞതുപോലെ അടുത്തൊരു ജീവാത്മാവ് അതിനകത്തുനിന്ന് വരുന്നതിൽ മനോജിൻ്റെ ഒരു ചെറിയൊരു അംശം ഉണ്ടാകാം. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതിനെ പുനർജന്മം എന്ന് വിളിക്കാമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ.